ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബോണ്ടിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മളിതുപോലെ ചോക്ലേറ്റിലൊക്കെ മുക്കി അടിപൊളിയായിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. വീട്ടിലുള്ള കൊക്കോയിൽ നിന്ന് പറിച്ചെടുത്ത കൊക്കോക്കായ ഉണക്കി വറുത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊക്കോക്കായ എന്തോരം എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അളവിൽ തന്നെ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർ കുറച്ചുകൂടി പഞ്ചസാര എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ ഞാൻ ഈ ഒരു പാത്രം വെച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ചോക്ലേറ്റും അതുപോലെ പൊടിച്ചെടുത്ത പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. അത് നന്നായി മിക്സായി വരുമ്പോൾ നമുക്ക് കുറച്ച് പാൽപ്പൊടി, ഒരു ചെറിയ 10 രൂപയുടെ പാക്കറ്റ് പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അത് മെൽറ്റായി കിട്ടും. അപ്പോൾ അത് മെൽറ്റായതിന് ശേഷമാണ് ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് നല്ലപോലെ മെൽറ്റാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് മെൽറ്റായി കഴിഞ്ഞപ്പോൾ ഒരു നിലക്കടല കുറച്ച് പൊടിച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി മിക്സാക്കിയത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി മറ്റൊരു പാനിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് അത് നമുക്ക് നല്ലപോലെ ചൂടാക്കി എടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാല് ഞാനിവിടെ നല്ലപോലെ അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കി അത്യാവശ്യം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാനിൽ ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയത് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് കളറൊന്നും മാറരുത്, ഇത്രയൊന്നും കളറ് മാറരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാലിലേക്ക് ഇട്ടപ്പോൾ ഇതുപോലെ കളറ് മാറിയതാണ് കേട്ടോ. ഒരുപാട് കളറ് മാറേണ്ട കാര്യമില്ല. ആ ഒരു പാകത്തിൽ നമുക്ക് അതൊന്ന് വറുത്തതിന് ശേഷം ആ പാലിലേക്ക് ഇട്ട് അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ആ പാലിലിട്ട് തേങ്ങ ഇളക്കി ഇതുപോലെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കത് ഉണ്ടാക്കാനായിട്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് നല്ലപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തേങ്ങ പാലിൽ കുറുക്കി വറ്റിച്ചെടുത്തത് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച് ചോക്ലേറ്റിൽ മുക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ചോക്ലേറ്റിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഓരോന്നും ഇതുപോലെ മുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് അത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിനി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേനും അത് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ബൗണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്ത് രുചിയാണെന്ന് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഇരിക്കുന്നത് നമ്മൾ ചോക്ലേറ്റ് മുക്കിയപ്പോൾ പതിയെ ഒന്ന് ലൂസായിട്ട് വന്നുകൊണ്ടാണ് കേട്ടോ. അത് പതിയെ കൈ കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ മാറിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.